ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മുന്താസ് ഓർക്കിഡ്ക്ക് പോവാണ് കേട്ടോ. ജാംജൂം കഴിഞ്ഞ് 2-3 കട കഴിഞ്ഞാൽ ജാംജൂമിൻ്റെ അതേ സൈഡിൽ ഇങ്ങനൊരു റോഡ് കാണും. ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ പോയാൽ നമ്മളെ പെൻഡിയം ഫ്ലാറ്റ് ഉണ്ടല്ലോ, അതിനോട് ചാരിയിട്ടാണ് നമ്മളെ മുംതാസ് ഓർക്കിഡ് കേട്ടോ. നമ്മൾ ആ മുംതാസ് ഓർക്കിഡ്ക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ ആ ഉദ്ഘാടനം മൂന്നാം പെരുന്നാൾക്കാണ് ഉദ്ഘാടനം തുടങ്ങുന്നത് കാര്യമായിട്ട്. കാരണം നോമ്പായതുകൊണ്ട് സെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാലും ഫാമൊക്കെ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചതൊന്ന് കാണാൻ പോവുക. ഇനി ആര് ചെന്നാലും പ്ലാന്റുകൾ അവർ സെയിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അവിടേക്കുള്ള വഴി, അതാണ് ആ കാണുന്ന ഫാം. അപ്പോൾ നമ്മൾ അതിൽ പോവാതെ ഇതേ പോകണം. ഈ റോട്ടിന് പോയാൽ നേരിട്ട് നമ്മളെ വണ്ടി അവരെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്താം കേട്ടോ. അങ്ങനെ നമ്മൾ മുംതാസ് ഓർക്കിഡിൽ വന്നതാണ്. ഇതാണ് മുംതാസ് ഓർക്കിഡ് കേട്ടോ. കാണുന്നുണ്ടല്ലോ, വലിയ ഫാമാണ്. അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല നമ്മളെ പെരിന്തൽമണ്ണ ടൗണിൽ ആർക്കും പോയി വാങ്ങാനും ചെടികൾ ഇഷ്ടപ്പെട്ട് ആസ്വദിക്കാനും പറ്റുന്ന ഒരു സ്ഥലത്ത്. പെരിന്തൽമണ്ണ അധികം ആളുകളും വരുമല്ലോ. അപ്പോൾ ഈ മുംതാസ് ഓർക്കിഡ് ഒന്ന് ആലോചിച്ച് അവിടെ ഒന്ന് കയറുക. ഇതാണ് അവരുടെ ഫാമിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെയാണിത്. അന്ന് ഞാൻ പോയെന്ന് അത്രയൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ സെറ്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് മൂട്ടി ബൊഗെയിൻവില്ല നമ്മളെ പെൻഡിയം ഫ്ലാറ്റാണത് കേട്ടോ. ഇനി ഈ ഭാഗത്ത് നമ്മൾ കയറി വരുന്ന ഈ ഒരു ബോർഡൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഇങ്ങനൊരു ഹാഫ് പോർഷൻ കൊടുത്തിട്ട് അവിടെ ബൊഗെയിൻവില്ലകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഹൈബ്രിഡാണ്. ഇങ്ങനെ തൂക്കിയിടുന്ന ഹാങ്ങിങ് പോട്ടിൽ ഫാമിലി പോട്ടാണ്. ഫാമിലി പോട്ടിലാണ് നല്ല ഹാങ്ങിങ് ബൊഗെയിൻവില്ല വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ പൂവൊക്കെ കഴിഞ്ഞ് കമ്പൊക്കെ ചെറുതായിട്ടൊന്ന് കോതി കൊടുത്ത ടൈമാണ്. അതേമാതിരി ബോൺസായി കണ്ടില്ലേ, ബോൺസായി പ്ലാന്റുകളാണത്. ഇനിയുണ്ട് കേട്ടോ ഇവിടെ സെറ്റ് മുഴുവൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാം പെരുന്നാളാകുമ്പോഴത്തേനാണ് ഫുള്ള് കഴിഞ്ഞ് ഇതാവുക. പക്ഷെ എന്നാലും വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. നോമ്പിന് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് നോമ്പിന് തന്നെ ഒരു വിൽപ്പന ചെയ്തിട്ടുണ്ട്. ഞാനും ഒരു പ്ലാന്റ് വാങ്ങിച്ചു. ഈ ബോൺസായി പ്ലാന്റുകളൊന്ന് കണ്ടു നോക്കി. ബോൺസായി ആയിട്ട് ബൊഗെയിൻവില്ല വെച്ചിട്ടുള്ളത് പല കളറിലും ഉള്ളതുണ്ട്. നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ എൻട്രൻസിക്ക് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒരു ലോകമാണ് കേട്ടോ. ഓർക്കിഡിൻ്റെ തന്നെ ഒരു ലോകം, അതും പൂക്കളുള്ള. നല്ലോണം വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. എല്ലാ പ്ലാന്റിൻ്റെയും വില ഞാൻ പറഞ്ഞു തരാം. എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിരുന്നു പ്ലാന്റിൻ്റെ വില. ഞാൻ ചെന്നന്ന് മുന്തസ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിലയൊന്നും ചോദിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വില ചോദിച്ചു, കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഈ പ്ലാന്റിനൊക്കെ 590 രൂപയാണ് കേട്ടോ. ഏത് പ്ലാന്റ് എടുത്താലും 590. ഇതിൽ മിനിയേച്ചർ ഉണ്ട്, അത് 650. മിനിയേച്ചറിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ 10 ലീഫ് ഇപ്പുറം 10 ലീഫ് അപ്പുറമുള്ള അങ്ങനെ 20 ലീഫോളം 22 ലീഫോളം വലിപ്പമുള്ള പ്ലാന്റാണ്. ഞാനൊരു മിനിയേച്ചർ പ്ലാന്റ് ഞാനും വാങ്ങിച്ചു ഇവിടുന്ന്. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ വാങ്ങിക്കണ മുന്താസ് എനിക്ക് തരുന്നുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. മിനിയേച്ചർ പ്ലാന്റ് നമുക്ക് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 650 രൂപയാണ്. ബാക്കിയുള്ള എല്ലാ പ്ലാന്റിനും 590 ഉള്ളൂ കേട്ടോ. 2-3 സ്പൈക്ക് ഉണ്ട്. അപ്പോൾ 590 രൂപ ആയിട്ട് വില കുറച്ചിട്ടാണ് ഇത്രയും സ്പൈക്കുള്ള ഇത്രയും വലിയ പ്ലാന്റുകൾ മുംതാസ് കൊടുക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ട പൂക്കൾ തിരഞ്ഞെടുക്കാം. ഓൺലൈനും ഉണ്ട്. ഓൺലൈൻ സെയിൽ ആദ്യം തന്നെ അവർ നടത്തുന്നതാണ്, അവർക്ക് അറിയാം. ഓൾ ഇന്ത്യ കൊറിയറാണ്. എവിടേക്ക് വേണമെങ്കിലും കൊറിയർ ചെയ്ത് തരും. ഈ ഒരു പൂവിൻ്റെ ഭംഗിയൊക്കെയാണ് ഇതിൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാതിരുന്നത്. ഇല്ലാത്തൊരു കളർ നോക്കിയിട്ടാണ് ഞാൻ മേടിച്ചത്. എല്ലാ മിനിയേച്ചർ പ്ലാന്റും നല്ല ഭംഗിയുണ്ട്, മിനിയേച്ചർ അല്ലാത്ത പ്ലാന്റും ഭംഗിയുണ്ട് കേട്ടോ. മിനിയേച്ചർ പ്ലാന്റ് നല്ല വലിയ പ്ലാന്റാണ്. മറ്റതും നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. 2-3 സ്പൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് കാണിച്ച് തരാമെന്ന് കരുതി. ഇങ്ങോട്ട് നോക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ഈ ഫെനലോപ്സിസിൻ്റെ എല്ലാ പൂക്കളും ഫെനലോപ്സിസിൻ്റെ പ്ലാന്റും നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇവിടെ തന്നെ ഡെൻഡ്രോബിയും ഉണ്ട്. ഈ ഒരു ഫെനലോപ്സിസിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു 10 കളറ് മിനിയേച്ചർ ആയാലും കുഴപ്പമില്ല,
പിന്നെ നമ്മളെ വലിയ നോർമൽ സാധാ പ്ലാന്റ് ആയാലും കുഴപ്പമില്ല, 10 കളർ പ്ലാന്റ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫെനലോപ്സിസ് ഫ്രീ ആണേ. ഈ പ്ലാന്റിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കി, അതാണ് 10 ലീഫ് അപ്പുറം ഇപ്പുറമുള്ള 20 ലീഫ് 22 ലീഫൊക്കെ വലിപ്പമുള്ള പ്ലാന്റുകളാണ്. അത്രയും നല്ല പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് 10 കളറിൽ നിങ്ങളൊന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഫ്രീ ആണ്. ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ 11 പ്ലാന്റ് ആയില്ലേ, അപ്പോൾ നമുക്ക് 11 കളർ കിട്ടുമല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ ഡെൻഡ്രോബിയത്തിനും. ഈ പൂവിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി, എന്തൊരു ഭംഗിയാണോ മിനിയേച്ചർ. അപ്പോൾ 590 രൂപയല്ലേ ഉള്ളൂ നമുക്ക് ഫെനലോപ്സിസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ. മിനിയേച്ചറിൻ്റെ വില ഞാൻ പറയുകയും ചെയ്തു, 650 രൂപയാണ്. ഇനി നിങ്ങൾ അവിടെ പോയി, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ അവിടെ പോയി കുറേ പ്ലാന്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഓൾ ഇന്ത്യ കൊറിയറാണ്. അപ്പോൾ ഫെനലോപ്സിസിൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ ഞാൻ ഡെൻഡ്രോബിയത്തിൻ്റെ വീഡിയോ കാണിക്കാം, ഡെൻഡ്രോബിയം കൂടി കാണിക്കാം. അതുപോലെ മുക്കാറകളുണ്ട് കേട്ടോ, ഇവിടെ പൂത്ത് നിൽക്കുന്ന മുക്കാറകൾ നോക്കുകയാണെ നല്ല പ്ലാന്റാണ് മുക്കാറ. അതുപോലെ വാൻഡ, ഈ ഒരു പൂവാന്ന് ഞാൻ കാണിച്ചിരുന്നു, നല്ല സ്മെല്ല്. ഇതൊക്കെയാണ് അത് മുട്ടല കാണിച്ചത്, വിരിഞ്ഞേക്കണമൊക്കെയാണ് മഞ്ഞ, നിറയെ പൂക്കൾ കേട്ടോ, തൂങ്ങി ഇങ്ങനെ നിൽക്കുക. മഞ്ഞയും അതിൻ്റെ ഉള്ളിൽ ബ്രൗണും, നല്ല കാപ്പി. അത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കേട്ടോ, നിറയെ പൂക്കളോട് കൂടിയൊരു പ്ലാന്റ്. അതുപോലെ ഇതുണ്ട് ഡോൺമേരി, അതിൻ്റെ വൈറ്റ് ഉണ്ട്. ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ ചോദിച്ചില്ല കേട്ടോ, ഞാൻ ചോദിക്കാൻ മറന്നതാണ്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൊടുത്ത നമ്പറിലൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാത്തിൻ്റെ വില ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്, ഏത് പ്ലാന്റ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. വൺസീഡി ഉണ്ട്, പിന്നെ വൺസീഡിയത്തൊക്കെ നല്ല ഭംഗിയുള്ള പൂവുള്ളതൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ കാണാത്ത പൂവുള്ള വൺസീഡിയൊക്കെ ഉണ്ട്. വിമലൊക്കെ കണ്ട 3 സ്പൈക്കാണ്. അപ്പോൾ എല്ലാതും ഞാൻ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒരു വലിപ്പം നോക്കി, മിനിയേച്ചർ കുറച്ച് വലിപ്പം കൂടുതലാട്ടോ, നല്ല വലിപ്പമുണ്ട്. അതാണ് അതിന് 630 ഇട്ട്. എന്നാലും അത് 630 റുപ്യക്ക് ലാഭമാണ് നമുക്ക് കേട്ടോ. ഞാൻ മിനിയേച്ചറാണ് ഒന്ന് എടുത്തത്. സാധാ പ്ലാന്റും വലിപ്പമുണ്ട്, അത് സാധാ പ്ലാന്റാണ്, അതിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടില്ലേ. ഈ പൂവ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ്, നല്ല ഭംഗിയുള്ളൊരു പൂവ്. ഇത് ഡെൻഡ്രോബിയാണ് കേട്ടോ, കണ്ടില്ലേ. ഡെൻഡ്രോബിയത്തിൽ എല്ലാ കളറ്, ഒരുവിധം കളറ് പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആൻറ്റിലോപ്പ് തൊട്ടിട്ട് നോർമൽ പ്ലാന്റ് തൊട്ടിട്ട്, അപ്പോൾ പലതിനും പല റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ റേറ്റ് പറയണില്ല. സാധാ നോർമൽ റേറ്റിൻ്റെ വില കുറയും, പിന്നെ ആൻറ്റിലോപ്പ് അങ്ങനെ പോലെയുള്ള ട്വിസ്റ്റഡ് വെറൈറ്റിക്കൊക്കെ വില കൂടും. അതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഒക്കെ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഫ്ലവറിങ് പ്ലാന്റ് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഇതിൽ കൊടുത്ത ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഇതും അതുപോലെ തന്നെ 10 പ്ലാന്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവറിങ്ങിൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ 11 പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, അങ്ങനെയാണ്. അപ്പോൾ 10 പ്ലാന്റ് ഈ ഫ്ലവറിങ് പ്ലാന്റ് എടുക്കുമ്പോൾ 1 ഫ്ലവറിങ് പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ. മനസ്സിലായല്ലോ. ഇത് കുറഞ്ഞ ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ, ആകെ 4 ദിവസത്തേക്ക്. ഇന്ന് തൊട്ട് 4 ദിവസം, അതായത് നാളെ 1-ാം പെരുന്നാളാണ്, 3-ാം പെരുന്നാൾ വരെ ഉള്ളൂ ഫ്രീ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോയി ഈ ഒരു പ്ലാന്റ് സ്വന്തമാക്കാൻ നോക്കുക. 10 എന്തായാലും നമുക്ക് പ്ലാന്റ് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് നമുക്ക്, അത് ഈ പൂവുള്ള പ്ലാന്റ് നമുക്ക് ഫ്രീ കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്കതൊരു കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങളത് വാങ്ങാൻ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ. ഇനി ഇവിടെ 290 രൂപേൻ്റെ നല്ല മുട്ടും പൂവും വന്ന ഒരു പ്ലാന്റ് ഉണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പ്ലാന്റുകളൊക്കെ കണ്ടതിന് ശേഷം കാണിക്കാച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പൂവും നിങ്ങൾക്ക് നോക്കിയെടുക്കാമല്ലോ. അപ്പോൾ എന്നാൽ കാണാത്ത പൂക്കളൊക്കെ കണ്ടോട്ടെ വെച്ചിട്ടാണ് മൊത്തം പ്ലാന്റുകൾ ഞാൻ കാണിക്കുന്നത്. ഇത്ര വിശാലമായിട്ടുള്ളൊരു എന്താണ് ഓർക്കിഡിൻ്റെ ഫാമിൽ ഇത്രയും പ്ലാന്റുകളുണ്ട് കേട്ടോ. ഇതൊക്കെ സീഡ്ലിംഗ് ആണ് കേട്ടോ.
കണ്ടില്ലേ നിങ്ങളത് സീഡ്ലിംഗ് ആണ്. സീഡ്ലിങ്ങിനും തന്നെ ഹൈബ്രിഡും വേറുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. ചെറിയ പ്ലാന്റ് ഉണ്ടാവും, വലിയ പ്ലാന്റ് ഉണ്ടാവും. വലിയ പ്ലാന്റാണ് സീഡ്ലിംഗ് പറഞ്ഞ് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പിന്നെ പൂക്കൾ ഹൈബ്രിഡിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീഡ്ലിംഗ് ചെറുതാവും കേട്ടോ. അപ്പോൾ സീഡ്ലിംഗ് തന്നെ 2 വലുപ്പം 3 വലുപ്പമുള്ളതൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇത് കുറച്ച് വലിയ പ്ലാന്റാണ് കണ്ടില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ചെറിയ പ്ലാന്റും ഉണ്ട്, വലിയ പ്ലാന്റും ഉണ്ട്. അത് നമ്മളെ പൂക്കൾക്ക് അനുസരിച്ചാണ്. ടിസ്റ്റഡ് വെറൈറ്റി ഒക്കെ എടുക്കുമ്പോൾ അത് ഹൈബ്രിഡ് മോഡലാണല്ലോ. അപ്പോൾ അതിൽ പ്ലാന്റുകൾ ചെറുതേക്കാരം കേട്ടോ. നമ്മളെ നാടൻ വെറൈറ്റിക്കാണ് വലിയ പ്ലാന്റുകൾ കിട്ടുക കേട്ടോ. പല വലുപ്പത്തിലുള്ള സീഡ്ലിംഗാണ് ഇവിടെ ഉള്ളത്. എല്ലാം ഒരേ റേറ്റ് തന്നെയാണ്. ഹൈബ്രിഡിന് വില കൂടും, നാടനും ഒരേ റേറ്റാണ് കേട്ടോ. വെരിഗേറ്റഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല. ഓരോന്ന് വിശദമായിട്ട് ചോദിക്കാൻ നമുക്ക് സമയവും ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞാലും മറക്കും. ഇതൊക്കെയാണ് വെരിഗേറ്റഡ്, അതിൻ്റെ സീഡ്ലിംഗാണ് അത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ കൊടുത്ത നമ്പറിൽ നിങ്ങളൊന്നാണ് വിളിച്ചാൽ മതി. വിളിച്ചിട്ട് ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഓൾ ഇന്ത്യ കൊറിയറല്ലേ. അപ്പോൾ നമുക്കത് സൗകര്യമാണല്ലോ, അതിനാണല്ലോ ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ നിങ്ങളൊക്കെ പറയും എന്താ വില പറയാത്ത ചോദിക്കും. എങ്ങനെ ഞാൻ ഈ കണ്ട പ്ലാന്റിനൊക്കെ ഞാൻ വില പറയുക? അതറിയൂലല്ലോ. നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നു. ഞാൻ പ്രത്യേകം ഫെനലോപ്സിസിൻ്റെ ഡെൻഡ്രോബിയത്തിൻ്റെ മാത്രമാണ് ചോദിച്ചത്. ഈ സീഡ്ലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പമുള്ളത്. അതേമാതിരി ബ്ലൂമിങ് സ്റ്റേജിലുള്ള നല്ല പ്ലാന്റുകളും ഉണ്ട്. സീഡ്ലിംഗ് മാത്രമല്ല, പൂക്കാനായ വലിയ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പ്ലാന്റുകളും ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഇനി 290 രൂപയ്ക്ക് നല്ല ഫ്ലവറിങ് മൊട്ടൊക്കെ ഉള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണി. ഇനി ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഇതൊക്കെ ബൊഗൈൻവില്ലയാണ്. ഇനി ഇവിടെയൊക്കെ നമുക്ക് ഇനി ഫെനലോപ്സിസ് വെക്കണം എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഇനി പുറത്തേക്ക് എടുത്ത് വെക്കും. മുഴുവൻ പണി കഴിയാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിലുള്ള ഈ ഓഫർ ഉണ്ടല്ലോ, ആ ഓഫർ നമുക്ക് നല്ലൊരു അനുഭവമാണ്. അത് ഈ പെരുന്നാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇതാണ് 290 രൂപൻ്റെ പ്ലാന്റ് കേട്ടോ. 190 290 അറിയാതെ പറഞ്ഞു പോയതാണ്. നല്ല ഫ്ലവറിങ് പ്ലാന്റ് 290 രൂപ മാത്രമേ ഉള്ളൂ. വെറും 299 രൂപ, 290 രൂപ. നോമ്പ് നോറ്റ് തലയിൽ കയറിയിരിക്കണം. അപ്പോൾ അവസാനമായില്ലേ. പറയുമ്പോഴൊക്കെ വാക്കിനൊക്കെ പേക്കണുണ്ട്. എന്താ അറിയില്ല. നാളെ പെരുന്നാളുമാണ്. അപ്പോൾ ഈ പെരുന്നാൾ ഓഫർ നിങ്ങളാരും മിസ് ചെയ്യാതിരിക്കുക. കാണുന്നില്ലേ? നല്ലോണം മൊട്ട് വന്ന് നിൽക്കണം കേട്ടോ. 290 രൂപയ്ക്ക് ഇനിയിപ്പോൾ പൂക്കൾ കാണാൻ ആഗ്രഹമുള്ളവർ വലിയ കാശ് കൊടുക്കാതെ, വലിയ മുതൽ മുടക്കില്ലാതെ ഇതിൽ നിന്ന് 290 രൂപയ്ക്ക് ഇതിൽ നിന്നും പ്ലാന്റ് കൊണ്ടുപോകാം കേട്ടോ. ഇതൊക്കെ ടെസ്റ്റഡ് മോഡലാണ്. ഒരുപാട് കാലം 3 മാസം 4 മാസം പോലെ നിൽക്കുന്ന പൂക്കളുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിച്ച മിനിയേച്ചർ ഫെനലോപ്സിസ് ആണിത് കേട്ടോ. ഞാൻ വാങ്ങിച്ചത് ഇതാണ്. മുന്താസിൻ്റെ കയ്യിൽ നിന്ന് ഞാനും ഒന്ന് വാങ്ങിച്ചു. അപ്പോൾ ഞാനതൊന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.